ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഫിഷ് ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് കേരള സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം ബിരിയാണിയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തതെല്ലാം കണ്ട് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ അരി വെള്ളമൊഴിച്ച് ആദ്യം ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പപാത്രത്തിൽ ഇട്ട് വെച്ചതാണിത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല അരിയാണ്. ബിരിയാണിക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിളമീനാണ്. നമുക്ക് നെയ്മീൻ, ആകോലി അതുപോലുള്ള ഏത് മീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ ഇതുപോലെയുള്ള ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മീൻ വലിയ പീസായിട്ട് മുറിച്ചും ബിരിയാണി ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു 12 കഷ്ണം മീനാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 600 ഗ്രാം കാണും. ഈ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല ഉണ്ടാക്കണം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നേരെ തന്നെ നമുക്ക് മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മീനിൽ നല്ല നനവുണ്ടാവുന്ന കാരണം നമുക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് നന്നായിട്ട് മീനിന്റെ എല്ലാ സൈഡിലും നമ്മൾ തേച്ച് പിടിപ്പിക്കണം. കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നിയാൽ മാത്രം ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മസാല പുരട്ടിയ മീൻ നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. മീനിൽ മസാല എല്ലാം പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അരി വേവിക്കാനായിട്ട് ഒരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമെല്ലാം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം ചേർത്തിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ദമ്മിലകളെ ഇട്ട് വരുമ്പോഴത്തേക്കും ചോറ് കൂടുതൽ വെന്ത് പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഉപയോഗിക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ബേ ലീവ്സ്, ഏലക്ക, കറയാമ്പ്, പട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഞാനിവിടെ നെയ്യ് വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി കൊടുക്കാം. ഇപ്പോൾ അരി മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് പാൻ തുറന്ന് നോക്കാം. അരിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം ചോറ് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ആദ്യം നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കശുവണ്ടിയുടെ കളർന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് റേസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കശുവണ്ടിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായ റേസിൻസ് ഒക്കെ വീർത്ത് വന്നിട്ട് ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഈ ബാക്കി എണ്ണയിലേക്ക് നമുക്ക് ഒരു വലിയ സവാള നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കണം. ഈ സവാള നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീനൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ മീൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. മീൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം.
ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ മീൻ വറുത്ത എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ എണ്ണയോ നെയ്യോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയും കൂടെ പൊട്ടിക്കണം. മസാല കുറച്ച് പൊട്ടിച്ചാൽ മതി. നമ്മൾ നേരത്തെ അരിയിലൊക്കെ മസാല ചേർത്തിട്ടുള്ളതാണ്. ഞാനിവിടെ 2 ബേ ലീവ്സ്, 2 ചെറിയ കഷ്ണം പട്ട, 2-3-4 ഗ്രാമ്പ്, 2 ഏലക്കയും കൂടി പൊട്ടിക്കുന്നുണ്ട്. മസാല എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സവാളയാണ്. ഇനി സവാളയിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് വഴറ്റണം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് വഴറ്റാം. ഉപ്പുപൊടി ചേർത്ത് വഴറ്റുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്നു കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി മസാലയിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ മീൻ വറുത്തതിലും ചോറിലൊക്കെ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് മല്ലിയിലയും ഒരു 2 ടേബിൾ സ്പൂൺ മിന്റ് ലീവ്സും അരിഞ്ഞതുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ അരിഞ്ഞതിന്റെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീരും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ബിരിയാണി മസാല ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നിരത്തിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പാൻ ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. നമുക്ക് പാൻ തുറന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ മീനിലൊന്ന് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിട്ടതിന് ശേഷം പാനിന്റെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്ന് പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറിൽ നിന്ന് പകുതി ഭാഗം ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചോറിന്റെ പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കുറച്ച് കശുവണ്ടിയും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന്റെ പുറത്തേക്ക് ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിന്റെ പുറത്തേക്ക് മല്ലിയില അരിഞ്ഞതും സവാള വറുത്തതും കശുവണ്ടി വറുത്തതും കിസ്മിസ് വറുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അവസാനം ഇതിന്റെ പുറത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പുറത്ത് അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ മൂടി ദം ചെയ്തെടുക്കാം. ഞാൻ പക്ഷെ വെറുതെ മൂടി വെച്ചാണ് ദം ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു പഴയ ചപ്പാത്തി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഈ ബിരിയാണി പാത്രം വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ബിരിയാണി പാത്രം വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നെയ്യുടെയും സവാളയുടെ ഒക്കെ മണം നല്ല മൂക്കിൽ വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മീനൊന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് തൂക്കി കൊടുക്കാം.
ഇനി റെഡിയായ ബിരിയാണി നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി, നാരങ്ങാച്ചാർ, റൈത്ത ഇവയുടെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ രുചികരമായ ഫിഷ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞ് ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.